ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ആഗോള വ്യാപാര യുദ്ധം വരെ എത്തി നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് വിപണികളിൽ കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ നിലപാടിനെതിരെ ചൈന കൂടി രംഗത്തെത്തിയതോടെ വിപണികളിൽ അനിശ്ചിതത്വം വിട്ടൊഴിയാത്ത നിലയിലേക്കെത്തി. അതുകൊണ്ട് തന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡിന് തന്നെയാണ് പോയ വാരം വിപണികൾ സാക്ഷ്യം വഹിച്ചത്. എന്നിരുന്നാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള റെസിപ്രോക്കൽ താരിഫ് 90 ദിവസത്തേക്ക് നീട്ടിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനവും നാലാം പാദത്തിൽ കമ്പനികളുടെ പാദഫലങ്ങൾ മികച്ചതാകാനുള്ള സാധ്യതകളും ആഴ്ചയിലെ അവസാന ദിനം വിപണിക്ക് കരുത്തു പകർന്നിട്ടുണ്ട്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 50 സൂചിക 0.33% ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ അവസാനിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റി 1% ഇടിവാണ് കാഴ്ചവെച്ചത്. സമ്മിശ്ര പ്രതികരണം നടത്തിയ സെക്ടറൽ സൂചികകളിൽ 3.55% മുന്നേറ്റം നടത്തിയ FMCG സൂചികയാണ് പ്രതികൂല അന്തരീക്ഷത്തിലും ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയത്. 1.27% നേട്ടം നൽകിക്കൊണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും 1%-ലധികം നേട്ടം നൽകി മീഡിയ സൂചികയും മുന്നിട്ട് നിന്നു. ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലായിരുന്നു എനർജി സൂചിക. 4% ഇടിവ് നേരിട്ടുകൊണ്ട് സൂചികകളിൽ ഏറ്റവും അധികം വീഴ്ചയിലേക്ക് പോയത് റിയൽറ്റി മേഖലയാണ്. IT മേഖലയിലെ ഇടിവ് 2.3% കൂടാതെ 1.5% വരെ ഇടിവ് നേരിട്ട് പ്രൈവറ്റ് ബാങ്ക്, PSU ബാങ്ക് സൂചികകളും സമ്മർദ്ദം നേരിട്ടു. ട്രംപിന്റെ മലക്കം മറിച്ചിലുകൾ ആഗോള വിപണികളിലും അതേപോലെ പ്രതിഫലിച്ചു. ചൈനയ്ക്ക് മേൽ 125% അധിക നികുതി പ്രഖ്യാപിച്ചതോടെ ഒരു തുറന്ന ആഗോള വ്യാപാര യുദ്ധത്തിനാണ് ഏപ്രിൽ ആദ്യവാരത്തിൽ ട്രംപ് തുടക്കം കുറിച്ചത്. ഇതിനെ തുടർന്ന് കോവിഡിന് ശേഷമുള്ള ഏറ്റവും കനത്ത വിൽപ്പനാ സമ്മർദ്ദം വിപണികൾ നേരിട്ടു. ബോണ്ട് യീൽഡിലുണ്ടായ അപ്രതീക്ഷിത വർധനവ് ട്രംപ് ഭരണകൂടത്തെ ഭീതിയിലാഴ്ത്തി. ഇതിനെ തുടർന്ന് ട്രംപിന്റെ താരിഫ് നടപടികൾ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ 2000-ലധികം പോയിന്റിന്റെ റാലിയായിരുന്നു പ്രധാനപ്പെട്ട പല ബെഞ്ച്മാർക്ക് അമേരിക്കൻ സൂചികകളിലും കാണാൻ സാധിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 4.95% കുതിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 100 7.43% മുന്നേറ്റമാണ് നടത്തിയത്. 5.7% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് S&P 500 സൂചികയും വ്യാപാരം അവസാനിപ്പിച്ചു. 4 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമുള്ള ആഴ്ചയിലേക്കാണ് അമേരിക്കൻ സൂചികകൾ കടക്കുന്നത്. ഏപ്രിൽ 16 റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡേറ്റകൾ പബ്ലിഷ് ചെയ്യും. പോയ വാരത്തിൽ CPI കണക്കുകളിലുണ്ടായ അപ്രതീക്ഷിത കുറവ് വിപണികൾക്ക് ആവേശം പകർന്നിരുന്നു. അതേ ട്രെൻഡ് ഈ ഡാറ്റകളിലും ഉണ്ടാവുകയാണെങ്കിൽ നിലവിലെ മൊമെന്റം നിലനിർത്താൻ US വിപണികൾക്ക് സാധിക്കും. ഒപ്പം അന്ന് തന്നെ വരുന്ന ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനകളും വിപണിയുടെ ഗതിയെ സ്വാധീനിക്കും. തുടർന്ന് ഏപ്രിൽ 17 പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളും എത്തും. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം മറ്റ് ആഗോള വിപണികളിലേക്കും പടർന്നു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം തന്നെയാണ് പോയ വാരം യൂറോപ്യൻ സൂചികകളുടെ ഗതിയെ നിർണയിച്ചത്. വീക്ക്ലി ബേസിസിൽ US സൂചികകളെ അപേക്ഷിച്ച് യൂറോപ്യൻ വിപണികൾക്ക് തിളക്കം മങ്ങിയ പ്രകടനം മാത്രമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. FTSE 100 1.23% നേട്ടം കുറിച്ചപ്പോൾ CAC 40 0.61% നേട്ടം മാത്രമാണ് കാഴ്ചവെച്ചത്. ഡാക്സ് സൂചികയാകട്ടെ 1.3% വിൽപ്പനാ സമ്മർദ്ദത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 4 പ്രവൃത്തി ദിനങ്ങൾ മാത്രമുള്ള ആഴ്ചയാണ് വരുന്നത്. പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ CPI കണക്കുകളാണ് അടുത്ത വാരം യൂറോപ്യൻ സൂചികകളെ കാത്തിരിക്കുന്നത്. അതിൽ ആദ്യം ഫ്രാൻസിന്റെ CPI കണക്കുകളാണ് എത്തുക. ഏപ്രിൽ 15 ഈ ഡാറ്റകൾ എത്തുന്നത്. മാറിയ ആഗോള പശ്ചാത്തലത്തിൽ നേരിയ വർധനവാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. അന്ന് തന്നെ ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ കണക്കുകളും വിപണിക്ക് ലഭ്യമാകും. തുടർന്ന് ഏപ്രിൽ 16 ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ പണപ്പെരുപ്പ കണക്കുകളും വിപണിക്ക് ലഭ്യമാകും. ഏപ്രിൽ 17 യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ധനനയ യോഗ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. 2.65% നിലവിലെ ECBയുടെ പലിശ നിരക്ക്. ഇത് 2.4% കുറയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മാറിവരുന്ന ട്രേഡ് ഇക്വേഷൻസ് എങ്ങനെയാണ് ECB വിലയിരുത്തുന്നത് എന്നുള്ളതും വിപണി ശ്രദ്ധ ആകർഷിക്കും. ട്രംപിന്റെ താരിഫ് യുദ്ധമാണ് പോയ വാരം ഏഷ്യൻ വിപണിയെ പിടിച്ചുലച്ചത്. അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള സന്ധി സംഭാഷണത്തിന് നിൽക്കാതെ
ട്രംപിന്റെ നടപടികൾക്ക് അതിശക്തമായി ചൈന തിരിച്ചടിച്ചത് മേഖലയെ അടിമുടി വിറപ്പിച്ചു. ചൈനയുടെ GDP ആണ് അടുത്തയാഴ്ച നിക്ഷേപകർ ഉറ്റുനോക്കുന്ന പ്രധാന ഡേറ്റ. ഏപ്രിൽ 15 ചൈനീസ് GDP എത്തുന്നത്. മാർച്ച് പാദത്തിലെ കണക്കുകളാണ് വരുന്നത്. മാറിമറിഞ്ഞ ആഗോള സാഹചര്യങ്ങൾ എത്രമാത്രം ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു എന്നതായിരിക്കും വിപണി വിലയിരുത്തുക. GDP-യിൽ നേരിയ ഒരു കുറവാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് തന്നെ വരുന്ന തൊഴിലില്ലായ്മ കണക്കുകളും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. തുടർന്ന് ഏപ്രിൽ 17 വരുന്ന ജപ്പാന്റെ CPI, കോർ CPI കണക്കുകളും ഏഷ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം നേട്ടമാണ് കാണാൻ സാധിച്ചത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2.2% നേട്ടത്തിൽ ബാരലിന് $64.17 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 1.84% നേട്ടത്തിൽ ബാരലിന് $60.77 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പര തീരുവകകൾ 90 ദിവസത്തേക്ക് നിർത്തിവച്ചതാണ് ക്രൂഡ് വിപണിയെ കരകയറാൻ സഹായിച്ചത്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $61.52 തുടർന്ന് $59.72 അപ്സൈഡിലേക്ക് വരുമ്പോൾ $65.6 റെസിസ്റ്റൻസ് ഉള്ളത്. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $67.88 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $58.89 തുടർന്ന് $57.81 $56.06 ഉള്ളത്. അപ്സൈഡിലേക്ക് വരുമ്പോൾ $62.3 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $63.47 തുടർന്ന് $65.22 ലെവലുകളും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവിലയിലേക്ക് വന്നാൽ പ്രതിവാരാടിസ്ഥാനത്തിൽ 6.56% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ട്രോയ് ഔൺസിന് $3236.68 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതാവസ്ഥ സേഫ് ഹെവനായ സ്വർണത്തിലേക്കുള്ള നിക്ഷേപകരുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുകയാണ്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3222.04 തുടർന്ന് $3208.2 $3247.54 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $3259.2 എന്നുള്ളതാണ് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യപ്പെടുക. ഇന്ത്യൻ രൂപയിലേക്ക് വന്നാൽ പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാരാന്ത്യത്തിൽ 0.79% നേട്ടത്തിൽ 86.16 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. 86.24 എന്നുള്ള നിലയിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 86.42 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 85.93 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കാം. 85.80 എന്നുള്ള നിലയും അടുത്ത റെസിസ്റ്റൻസ് സോണായി ആക്ട് ചെയ്യപ്പെടും. 4 ദിവസം മാത്രമുണ്ടായിരുന്ന വ്യാപാരത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. FIIകൾ 20,911.3 കോടി രൂപയുടെ വിൽപ്പന നടത്തിയപ്പോൾ DIIകൾ 21,955.57 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. ഏപ്രിലിൽ ഇതുവരെ 7,131.41 കോടിയുടെ അറ്റ നിക്ഷേപമാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. FIIകളാകട്ടെ 7,440.51 കോടിയുടെ നെറ്റ് സെല്ലിംഗും ഇക്കാലയളവിൽ നടത്തി. പോയ വാരം വിപണിയുടെ ഗതി നിശ്ചയിച്ചത് RBIയുടെ MPC യോഗ തീരുമാനങ്ങളായിരുന്നു. പ്രതീക്ഷകൾക്കനുസൃതമായി പലിശ നിരക്കിൽ മാറ്റമുണ്ടായി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് 6% നിശ്ചയിച്ചു. നിരക്ക് കുറയ്ക്കാൻ MPC അംഗങ്ങൾ ഏകകണ്ഠമായി വോട്ട് ചെയ്യുകയായിരുന്നു. സ്റ്റാൻസ് ന്യൂട്രലിൽ നിന്ന് അക്കോമഡേറ്റീവായി പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. STF നിരക്ക് 5.75%, MSF നിരക്ക് 6.25% കുറച്ചു. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള GDP അനുമാനം 6.5%, പണപ്പെരുപ്പ് അനുമാനം 4% നിശ്ചയിച്ചു. ഏപ്രിൽ 11 ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കണക്കുകൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരിയിൽ വ്യാവസായിക ഉൽപാദന വളർച്ച 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 2.9%-ലെത്തി. താരിഫ് പ്രതിസന്ധികൾ തുടരുന്നത് വ്യാവസായിക ഉൽപാദനത്തെ ബാധിച്ചതായിരുന്നു ഇടിവിന് കാരണമായത്.
കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വളർച്ചാ നിരക്ക് 5.6%. ഖനനം, ഉൽപാദനം എന്നീ രണ്ട് പ്രധാന വിഭാഗങ്ങളിൽ മാന്ദ്യം പ്രകടമായിരുന്നു. ഖനനമാണ് ഏറ്റവും വലിയ ഇടിവ് നേരിട്ടത്. അന്ന് തന്നെയായിരുന്നു മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കണക്കുകളും എത്തിയത്. മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ജനുവരിയിൽ 5.8% നിന്ന് ഫെബ്രുവരിയിൽ 2.9% കുറഞ്ഞു. എന്നിരുന്നാലും വൈദ്യുതി ഉൽപാദനം ജനുവരിയിൽ 2.4% നിന്ന് 3.6% വളർച്ചയോടെ കുതിപ്പ് നിലനിർത്തി. ഏപ്രിൽ 15-ന് മാർച്ചിലെ WPI ഇൻഫ്ലേഷൻ കണക്കുകൾ പ്രഖ്യാപിക്കും. ഫെബ്രുവരിയിൽ 2.38% WPI ഇൻഫ്ലേഷൻ. അന്നേ ദിവസം തന്നെ WPI മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ, WPI ഫുഡ്, ഫ്യൂവൽ ഡാറ്റകളും പുറത്തുവരും. ഒപ്പം അന്ന് തന്നെ മാർച്ചിലെ CPI കണക്കുകളും എത്തുന്നുണ്ട്. ഫെബ്രുവരിയിലെ 3.61% നിന്നും CPI 3.6% എത്തുമെന്നാണ് അനുമാനങ്ങൾ. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ഏപ്രിൽ 18-ന് പബ്ലിഷ് ചെയ്യും. ഏപ്രിൽ 4-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $10.8 ബില്യൺ ഉയർന്ന് 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയായ $676 ബില്യൺ തുടർച്ചയായ 5-ാം ആഴ്ചയാണ് ഫോറക്സ് റിസർവ് കുതിപ്പ് തുടരുന്നത്. കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനപ്പെട്ട കമ്പനിയായ TCSന്റെ പാദഫലകൾ തന്നെയായിരുന്നു നിർണായകം. ടാറ്റ ഗ്രൂപ്പിന്റെ ഭീമനായ TCSന്റെ അറ്റാദായവും വരുമാനവും വിപണി പ്രതീക്ഷകൾക്ക് താഴെയായിരുന്നു. കമ്പനിയുടെ ലാഭം 1.3% ഇടിവോടെ 12,224 കോടി രൂപയായി രേഖപ്പെടുത്തി. വരുമാനത്തിൽ 0.8% വളർച്ചയോടെ 64,479 കോടി രൂപയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിറ്റയിലും പ്രതീക്ഷിച്ചത്ര നേട്ടം ഉണ്ടായില്ല. എബിറ്റ് 0.4% ഇടിവോടെ 15,601 കോടി രൂപയായി. കൂടാതെ മാർജിനുകളും പ്രതീക്ഷകൾക്ക് താഴെയായി. 30 ബേസിസ് പോയിന്റുകൾ കുറഞ്ഞ് 24.2%. ഈ പാദത്തിൽ കമ്പനി $12.2 ബില്യൺ ഡീലുകൾ നേടി. അതോടൊപ്പം 30 രൂപ എന്ന അന്തിമ ലാഭവിഹിതവും കമ്പനിയുടെ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫ്രീസ് TCSന്റെ റേറ്റിംഗ് ഹോൾഡായി ഡൗൺഗ്രേഡ് ചെയ്യുകയും ടാർഗറ്റ് വില വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. വരുന്ന വാരത്തിൽ നിർണായകമായ ഒരു പിടി കമ്പനികളുടെ പാദഫലങ്ങളാണ് വിപണി കാത്തിരിക്കുന്നത്. IREDA, വിപ്രോ, ഏഞ്ചൽ വൺ, ഇൻഫോസിസ്, ടാറ്റ എലക്സി, HDFC ബാങ്ക്, HDFC AMC, ICICI ബാങ്ക്, യെസ് ബാങ്ക് എന്നീ കമ്പനികളാണ് ഏർണിംഗ് നമ്പേഴ്സ് പുറത്തുവിടുന്നതിൽ പ്രമുഖർ. മാക്രോ അനിശ്ചിതത്വങ്ങൾ ഇന്ത്യൻ ടെക് കമ്പനികളുടെ 4-ാം പാദഫലങ്ങളെ അഫക്ട് ചെയ്യുമെന്നും 2026 സാമ്പത്തിക വർഷത്തിലെ അവരുടെ റവന്യൂ ഗൈഡൻസിനെ ബാധിക്കുമെന്നുമാണ് എക്സ്പെർട്ടുകളുടെ അനുമാനം. മൊത്തത്തിൽ 4-ാം പാദം IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏർണിംഗ് നമ്പേഴ്സ് മോഡറേറ്റ് ആയി തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വരുമാനത്തിലും തുടർച്ചയായ ഇടിവും വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ മന്ദഗതിയിലുള്ള വായ്പാ വളർച്ചയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ സമ്മർദ്ദവും കാരണം ബാങ്കുകൾ 4-ാം പാദത്തിൽ മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുക എന്നാണ് അനുമാനങ്ങളുള്ളത്. മോഡസ്റ്റായ വരുമാനം, സ്ഥിരതയുള്ള ആസ്തി നിലവാരം, ഉയർന്ന ക്രെഡിറ്റ് ചെലവുകൾ എന്നിവയാണ് ഇത്തവണ ബാങ്കിംഗ് മേഖലയിലെ റിസൾട്ടുകളിൽ വിദഗ്ധരുടെ പ്രതീക്ഷ. സ്വകാര്യ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അനുമാനമുണ്ട്. IREDAയുടെ റിസൾട്ട് വരുന്നത് 15-ാം തീയതിയാണ്. വിപ്രോ, ഏഞ്ചൽ വൺ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുക 16-നാകും. ഇൻഫോസിസ്, ടാറ്റ എലക്സി, HDFC AMC എന്നീ കമ്പനികളുടെ ഏർണിംഗ് നമ്പേഴ്സ് പുറത്തുവരുന്നത് 17-നും. വാരത്തിലെ അവസാന ദിനമായ 19-ന് ബാങ്കിംഗ് മേഖലയിൽ നിന്നും ഭീമനായ HDFC ബാങ്കും ICICI ബാങ്ക്, യെസ് ബാങ്ക് എന്നീ ബാങ്കിംഗ് കമ്പനികളുടെ റിസൾട്ടുകളും അറിയാൻ സാധിക്കും. മാർക്കറ്റിന്റെ ടെക്നിക്കൽ ലെവൽസിലേക്ക് വരുമ്പോൾ വളരെ വോളറ്റൈലായ മൂവ്മെന്റ് ആയിരുന്നു ട്രേഡർമാരും നിക്ഷേപകരും ഒരേപോലെ ഫേസ് ചെയ്തത്. ഏപ്രിൽ 4-ന് ചൈന US-നെതിരെ 34% റിറ്റാലിറ്ററി താരിഫ് അനൗൺസ് ചെയ്തതോടെ കഴിഞ്ഞ തിങ്കളാഴ്ച ഏകദേശം 1000 പോയിന്റിലധികം ഇടിഞ്ഞ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷമുള്ള ട്രേഡിംഗ് സെഷനുകളിൽ സ്ട്രോങ് ആയ റിക്കവറിയും കാണാൻ സാധിച്ചിരുന്നു. ഏപ്രിൽ 9-ന് ചൈനയ്ക്കൊഴിച്ച് എല്ലാ താരിഫുകളും 90 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള വൈറ്റ് ഹൌസിന്റെ തീരുമാനവും RBI 25 ബേസിസ് പോയിന്റിന്റെ റേറ്റ് കട്ട് ചെയ്തതും വിപണികൾ കുതിച്ചുയരാൻ മറ്റൊരു കാരണമായി. വെള്ളിയാഴ്ചത്തെ റാലിക്ക് ശേഷം നിഫ്റ്റി അതിന്റെ പ്രധാന റെസിസ്റ്റൻസ് ആയ 22,900 മുതൽ 23,000 എന്ന റേഞ്ചിൽ എത്തിയെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. 50-ഡേ EMA ഒത്തുവരുന്ന ഈ ഏരിയ മറികടക്കാൻ സാധിച്ചാൽ 23,400 വരെ നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും
അതുവരെ 22,700 മുതൽ 22,600 എന്ന റേഞ്ച് നിഫ്റ്റിയുടെ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി 0.33% ഡൗൺ ആയിരുന്നെങ്കിലും ഒരു ലോങ് ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തതും ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനും പോസിറ്റീവ് സിഗ്നൽ ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നിഫ്റ്റി 1000 പോയിന്റോളം റിക്കവറി നടത്തിയെങ്കിലും 20-യുടെ EMAയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ചെറിയ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തേക്കാമെന്നാണ് SB സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ വളരെ കോഷ്യസ് ആയ സ്റ്റാൻസ് സ്വീകരിക്കണമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അഗ്രസീവായ ലിവറേജ്ഡ് പൊസിഷൻസ് എടുക്കരുതെന്നും മറിച്ച് റിസ്ക് മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യണമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് 23,000 മുതൽ 23,050 നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസും 22,600 മുതൽ 22,550 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പരിഗണിക്കാമെന്നുമാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയും വളരെ സ്ട്രോങ് ആയ മൊമെന്റം കാഴ്ചവെച്ചേക്കാമെന്നാണ് ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെന്റിലെ അനലിസ്റ്റ് അൻഷുൽ ജെയിൻ വിശ്വസിക്കുന്നത്. സൂചിക അതിന്റെ മേജർ മൂവിംഗ് ആവറേജുകളുടെ മുകളിൽ ക്ലോസ് ചെയ്തതാണ് ഇതിന് കാരണമായി പറയുന്നത്. സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയ 51,000 വൈകാതെ ബ്രേക്ക് ചെയ്യുമെന്നും അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ അടുത്ത ടാർഗറ്റ് 51,400 പരിഗണിക്കാമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഡൗൺ സൈഡിൽ 50,750 ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നും അൻഷുൽ ജെയിൻ പറഞ്ഞു വെക്കുന്നു. ഏത് ഡയറക്ഷണൽ ട്രേഡ് എടുക്കുകയാണെങ്കിലും വരും സെഷനുകളിൽ വോള്യവും ട്രെൻഡ് കൺഫർമേഷനും ഉറപ്പാക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അംബേദ്കർ ജയന്തി പ്രമാണിച്ച് ഏപ്രിൽ 14-നും ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച് ഏപ്രിൽ 18-നും വിപണികൾക്ക് അവധിയായതിനാൽ 3 ട്രേഡിംഗ് ദിനങ്ങളുള്ള വാരത്തിലേക്കാണ് കടക്കുന്നത്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും കമ്പനികളുടെ 4ാം പാദ ഫലങ്ങൾ വിപണിയുടെ ഗതിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് ചൊവ്വാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.